ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദീനാദി ന്യൂസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നേരിട്ടും അല്ലാതെയും ഇങ്ങനെ ഇതിലൊക്കെ പേരെന്താ, ഒരു ഇൻട്രോ പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഒരു ഫേസ് ടു ഫേസ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. സത്യം പറയാൻ എനിക്ക് കുറച്ച് പേടിയൊക്കെയുണ്ട്. എനിവേ ഞാൻ തുടങ്ങാൻ പോവാണ്. എൻ്റെ പേര് ദീന ജോൺസൺ. പിന്നെ നിക് നെയിം എന്ന് പറഞ്ഞാൽ എന്നെ അങ്ങനെ വിളിക്കുന്നില്ല. ദീന തന്നെയാണ് മെയിൻലി കൂടുതൽ പേരും വിളിക്കാറ്. പിന്നെ അങ്ങനെ എന്ന് പറയാൻ അമ്മു എന്നൊക്കെ വീട്ടിൽ പണ്ട് വിളിച്ചായിരുന്നു. ഇപ്പോൾ ദീന തന്നെയാണ് വിളിക്കുന്നത് കോമൺ ആയിട്ട്. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് BSc നഴ്സിംഗ് 4th ഇയർ സ്റ്റുഡൻ്റ് ആണ്. എനിക്കിനി ഒരു പ്രാക്ടിക്കൽ എക്സാം കൂടി ബാക്കിയുണ്ട്. അത് കഴിയുകയാണെങ്കിൽ ഞാൻ ഒഫീഷ്യലി BSc 4th ഇയർ BSc നഴ്സായിരിക്കും. പിന്നെ ഇപ്പോൾ കുറേ ഓഫീസിൻ്റെ വീഡിയോസൊക്കെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഇൻറ്റേണായിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പോൾ എൻ്റെ കോളേജിൽ തന്നെ ഞങ്ങൾക്കൊരു ആപ്പ് ഉണ്ട്, ഒരു ഓൺലൈൻ ആപ്പ് ഉണ്ട്, ഈസി നഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈസി നഴ്സ് ആപ്പിൽ കൂടെ നഴ്സിംഗ് കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിലുള്ളൊരു സംഭവമാണ്. നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ അടിയിൽ എൻ്റെ ഈസി നഴ്സിൻ്റെ Instagram ID കൊടുക്കാം. അപ്പോൾ ഇതൊരു പ്രൊമോഷനൊന്നല്ല കേട്ടോ, ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് എന്ന രീതിയിൽ എൻ്റെ ഒരു സജഷനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഇത് കാണുന്ന ഏതെങ്കിലും നഴ്സിംഗ് കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കയറി നോക്കാം, ചെക്ക് ചെയ്യാം, അങ്ങനെയൊക്കെ. ദെൻ ഞാൻ പഠിച്ചത് എൻ്റെ വീട് തൃശ്ശൂരിലാണ്. തൃശ്ശൂർ എരുമപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, വടക്കാഞ്ചേരി കുന്നംകുളം റോഡിലെ എരുമപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ദെൻ നെക്സ്റ്റ് ഞാൻ 10th 12th ഒക്കെ ഞാനൊരു CBSE സ്കൂളിലാണ് പഠിച്ചത്. 10th വരെ സരസ്വതി വിദ്യാനികേന്ദ്രം എന്ന് പറഞ്ഞാൽ തിച്ചൂർ എന്ന് പറഞ്ഞ സ്കൂളിലാണ് പഠിച്ചത്. ദെൻ +1 +2 നിർമ്മലമാത ഇയാൾ എന്ന് പറഞ്ഞ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഇനിയിപ്പോൾ ഈ സ്കൂളിലൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ദെൻ എന്താണ് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എന്താണ്? എനിക്കിങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഒരു ഓളത്തിന് അങ്ങോട്ട് തുടങ്ങി എന്ന് പറയില്ല, അതെ. പിന്നെ വാശിയായിരുന്നു തുടങ്ങണം എന്നുള്ളത്. പിന്നെ കൺസിസ്റ്റൻസി എനിക്ക് മെയിൻ ഒരു പ്രോബ്ലം ആയിരുന്നു. അവൻ്റെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കൊക്കെ വരാറുണ്ട്. ബട്ട് നമ്മൾ റെഡിയാവും എന്ന് വിചാരിച്ച് ഇപ്പോൾ വീഡിയോസൊക്കെ കറൻ്റ്ലി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് എനിക്കറിയില്ല എങ്ങനെയാവും എന്നുള്ളത്. നമുക്ക് നോക്കാം. ദെൻ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഇപ്പോൾ ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്, അതായത് കോളേജ് ഹോസ്റ്റലിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ലീവിന് വീട്ടിൽ പോകും. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഷോർട്സിലൂടെ എനിക്ക് അറിയാൻ പറ്റും വീട്ടിലാണോ നിൽക്കുന്നത്, ഹോസ്റ്റലിലാണോ എന്നുള്ളതൊക്കെ. ആൻഡ് ഫാമിലി എന്ന് പറയുന്നത് എനിക്ക് പപ്പ, അമ്മ, അനിയത്തിയാണുള്ളത്. പപ്പ ഒരു എക്സ് സർവീസ്മെൻ ആണ്, ആർമിയിലായിരുന്നു വർക്ക് ചെയ്തത്. പപ്പ 25 years വർക്കിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പപ്പ റിട്ടയർഡായി. ഇപ്പോഴും പപ്പ ആർമി പോലെ വർക്ക് ചെയ്യാണ്, കൊച്ചി നേവൽ ബേസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഹൗസ് വൈഫാണ്. ദെൻ അനിയത്തി അവൾ LLB ചെയ്തുകൊണ്ടിരിക്കുകയാണ്. LLB മലപ്പുറം ലോ കോളേജിൻ്റെ പേര് KMCTയിൽ ലോ കോളേജ് 2nd ഇയർ സ്റ്റുഡൻ്റാണ്. ആൻഡ് ഹോബീസ് എന്ന് പറയാൻ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഹോബീസൊന്നുമില്ല. ഈ സംസാരം മാത്രമേ ഉള്ളൂ. പിന്നെ ഏറ്റവും മെയിൻ കാര്യം, ഞാനൊരു ഫോൺ പേഴ്സൺ അല്ല കേട്ടോ. എപ്പോഴും ഇങ്ങനെ മെസ്സേജ് അയക്കുക അങ്ങനെ ആ ഒരു സംഭവമൊന്നും എനിക്കില്ല. എനിക്ക് മെയിനായിട്ടുള്ളത് ഇപ്പോൾ നേരിട്ട് കാണുമ്പം അടിപൊളിയായിട്ട് സംസാരിക്കുക, പിന്നെ അങ്ങനെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ വേറെ എൻ്റെ ഹോബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എനിക്ക് ലൈറ്റായിട്ടുണ്ട്, പക്ഷെ എന്നാൽ ഫുള്ളായിട്ടില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവുന്നു. കാരണം പാട്ട് പാടുമെന്ന് ചോദിച്ചാൽ കുറച്ച് അവിടെ ഇവിടെ മുക്കി മൂളി പാടും, പക്ഷെ അത്രയും പ്രോ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഡാൻസ് കളിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരോ സ്റ്റേജിൽ അവിടെ ഇവിടെയൊക്കെ ഡാൻസ് കളിക്കും, ബട്ട് പ്രോ അല്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ. പിന്നെ പണ്ടൊക്കെ മോണാക്റ്റൊക്കെ ചെയ്തായിരുന്നു, അതിനൊക്കെ ഒരുപാട് പ്രൈസസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ സബ് ജില്ല അവിടെയൊന്നും പോയിട്ടില്ല. പിന്നെ ഒരു സ്പോർട്സൊക്കെ അത്യാവശ്യം പഠിക്കുന്ന ടൈമിലൊക്കെ ചെയ്തായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോൾ ശരിക്കും പറയാച്ചാൽ ഒരു നോർമൽ പഠിപ്പ് എന്ന് മാത്രം ഉള്ളതാണ്. എന്നാൽ പഠിക്കുന്നുണ്ടോ അതുമില്ല. മീൻസ് ഫുള്ളി അങ്ങനെ കോൺസെൻട്രേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ആൻഡ് ഞാൻ പറയട്ടെ, എല്ലാത്തിനും കുറച്ച് അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ആംബിഷൻ ചോദിച്ചിട്ടുണ്ട്. അഫ്കോഴ്സ് ഞാൻ BSc നഴ്സിംഗ് കഴിഞ്ഞതുകൊണ്ട് തന്നെ എന്താവും നഴ്സായിരിക്കും ആണ്. അപ്പോൾ എൻ്റെ ആംബിഷൻ എന്നൊക്കെ പറഞ്ഞാൽ ചെറുപ്പത്തിൽ എനിക്കൊരു ജേർണലിസ്റ്റ് ആവാനായിരുന്നു ആഗ്രഹം. ബട്ട് വിധിയുടെ വിളയാട്ടം എന്നൊക്കെ പറയുന്ന പോലെ അതായിരുന്നില്ല, നഴ്സിംഗ് ആയിരുന്നു. പിന്നെ ഓഫ്കോഴ്സ് എൻ്റെ അപ്പനും അമ്മയ്ക്ക് അതായിരുന്നു ഇഷ്ടം. പിന്നെ ഞാൻ അത് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയില്ലേ, അതേമാതിരി ഞാൻ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട്. നഴ്സിംഗ് എനിക്കിപ്പോൾ ഇഷ്ടമാണ്, പേഴ്സണലി എനിക്കിഷ്ടമാണ്. പിന്നെ ആസ് എ ക്ലിനിക്കൽ സൈഡ് ഞാൻ ഇതുവരെ പോയിട്ടില്ല, അതുകൊണ്ട് തിയറി പാർട്ട് എനിക്ക് ഓക്കെയാണ്. പക്ഷേ എനിക്കറിയില്ല, ഇപ്പോൾ എൻ്റെ 4th ഇയർ എക്സാം റിസൾട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ എനിക്കറിയില്ല, ഫുള്ളി എനിക്ക് പറയാനും പറ്റില്ല. 3rd ഇയർ വരെ എനിക്ക് ഭയങ്കര ഓക്കെയാണ്. 4th ഇയറും തിയറി എനിക്ക് ഓക്കെയാണ്. എക്സാം റിസൾട്ട് എങ്ങനെയാവും എന്നറിയാം, ദൈവത്തിനറിയാം, എനിക്കറിയാൻ പാടില്ല. ചേച്ചി എങ്ങോട്ടെങ്കിലും ട്രിപ്പൊക്കെ പോയിട്ടുണ്ടോയെന്ന് ശരിക്കും പറയാച്ചാൽ ട്രിപ്പൊന്നും ഞാൻ ഇതുവരെ അങ്ങനെ പുറത്തേക്കൊന്നും ഞാൻ പോയിട്ടില്ല. അങ്ങനെ വലിയ ട്രിപ്പൊന്നും ഞാൻ അടിച്ചിട്ടില്ല.
ശരിക്കും മെയിനായിട്ട് ബാംഗ്ലൂർ പഠിക്കുന്നതുകൊണ്ട് ഞാൻ ബാംഗ്ലൂർ, അത് ഞാൻ പറഞ്ഞില്ലല്ലേ, ബിക്കോസ് ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചത്. 4 കൊല്ലം ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചത്. ഇപ്പോഴും വർക്ക് ചെയ്യുന്നതും ബാംഗ്ലൂർ തന്നെയാണ്. ആൻഡ് ബാംഗ്ലൂർ ടു കേരള ഈ ഒരു ഡിസ്റ്റൻസ് മാത്രമേ ഞാൻ അധികം ട്രാവൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ തമിഴ്നാട്ടിലേക്കൊക്കെ വേളാങ്കണ്ണി അങ്ങനെ കുഞ്ഞു കുറച്ച് സ്ഥലങ്ങളിൽ, അല്ലാതെ മോർ ദാൻ ദാറ്റ് ഞാൻ അങ്ങനെ പോയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ എനിക്ക് പുറത്ത് പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ദൈവം അനുഗ്രഹിച്ചാൽ ഞാൻ പുറത്ത് പോകും. എഡിറ്റിംഗ് ഭയങ്കര മോശം, അതെനിക്കറിയാം. എഡിറ്റിംഗ് ഭയങ്കര മോശമാണ്. കാരണം ഞാനിപ്പോൾ ഇൻഷോട്ടിലാണ് എഡിറ്റ് ചെയ്യാറ്. ചില വീഡിയോസൊക്കെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഷോർട്സ് എടുത്ത് കഴിഞ്ഞാൽ അതിൽ ഒരു 10% മാത്രമേ ഞാൻ ക്യാപ് കട്ടിൽ എഡിറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അത് ക്യാപ് കട്ടിൽ എഡിറ്റ് ചെയ്യുന്നവർ കണ്ടു വിചാരിക്കും, അയ്യോ ഇതൊക്കെയാണോ അവൾ ക്യാപ് കട്ടിൽ എഡിറ്റ് ചെയ്ത്, സോ പൂർ, ഇങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷേ എന്തോ ബിഗ്നറാണ്. എനിക്ക് ബിഗ്നറെന്ന് ഞാൻ കുറേ കൊല്ലമായിട്ട് പറയുന്നുണ്ട്, പക്ഷെ എനിക്കതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഞാൻ അപ്ഡേറ്റ്സ് വരാനായിട്ട് നോക്കും. ഇപ്പം തന്നെയാണ് ഒരു നല്ലൊരു ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയത്, മീൻസ് ഒരു ക്ലാരിറ്റി ഉള്ള ഫോണൊക്കെ കിട്ടിയത്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, വരണം എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. കുറേ പേര് ഹോബീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചവരുണ്ട്. എനിക്ക് അങ്ങനെ പറയാൻ മാത്രം അങ്ങനെ വലിയ ഹോബീസൊന്നുമില്ല. പക്ഷേ ചില ടൈമിലൊക്കെ ഞാൻ ഇൻട്രസ്റ്റ് ഉള്ള ടൈമിലൊക്കെ ഞാനിങ്ങനെ ഇപ്പം അടുത്തൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ടൈമിലൊക്കെ വീഡിയോസ് എടുത്ത് നടക്കലാണ്. പിന്നെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, ഞാൻ ഒരിക്കലും ഫ്രീ ആവണത് വേണമെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. എൻ്റെ ഫ്രണ്ട്സ് അറിയാം. മീൻസ് ഞാനിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്നത് ഇവിടെ റയറായിട്ടായിരിക്കും. എനിക്ക് എന്തെങ്കിലുമൊക്കെ പണി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിപ്പോൾ കോളേജിലായാലും എന്തെങ്കിലുമൊക്കെ എനിക്ക് വർക്ക് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും. ഓൾമോസ്റ്റ് ഫ്രീ ആവുന്ന ടൈം വളരെ കുറവാണ്. അതുകൊണ്ട് എനിക്ക് ഹോബീസ് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പിന്നെ ചില സമയത്തൊക്കെ ബുക്സൊക്കെ ഞാൻ ഒരു ടൈമിലൊക്കെ വായിച്ചായിരുന്നു. ബട്ട് അങ്ങനെ ഞാൻ കൂടുതലായിട്ടൊന്നും വായിക്കില്ല, എങ്ങനെയൊക്കെയോ ഞാൻ വായിക്കും. പിന്നെ പണ്ടൊക്കെ ഞാൻ കഥയൊക്കെ എഴുതാറുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ശീലം അങ്ങോട്ട് പോയി. ഞാൻ 10th പഠിക്കുമ്പോൾ ഞാൻ കഥയൊക്കെ ഞാൻ എഴുതിക്കൊണ്ടിരുന്നായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എല്ലാത്തിലും ഒരു സകലകല വല്ലഭയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ പറയാ വെച്ചാൽ ഒന്നിനും എനിക്ക് കോൺസെൻട്രേറ്റ്. പിന്നെ ഒന്നാമത്തെ കാര്യം എന്താ പറയുക, നമുക്കൊരു ചെറിയ ടാലൻറ്റ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഇറങ്ങണം. ഞാനത് ഇറങ്ങിയിട്ടില്ല, ഇതുവരെ ഞാൻ ഇറങ്ങിയിട്ടില്ല. ചിലപ്പോൾ അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരിക്കാം. പക്ഷേ ഞാൻ ഒരുപാട് പേര് എൻ്റെ പോലെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് ഈ സെയിം പ്രോബ്ലം ഉണ്ട്. കാരണം അവരും ഇതേമാതിരി എന്താ പറയുക, അവർക്ക് ടാലൻ്റ് ഉണ്ട്, പക്ഷെ ഒന്നും അവർ വരുന്നില്ല. ആ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, പിന്നെ നിനക്ക് എങ്ങനെ ഇത്ര കോൺഫിഡൻസ് അത് ഇതെന്നൊക്കെ ചോദിക്കും. പക്ഷേ എനിക്കറിയില്ല അതെങ്ങനെയൊക്കെയാണ്. ഇൻബോണായിട്ട് കിട്ടുന്നതുണ്ട് ഒരു കോൺഫിഡൻസ്. പിന്നെ ഒരു നാണം എന്ന് പറയുന്ന സാധനം വേണം കുറച്ചെങ്കിലും. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും വിചാരിക്കുന്നതൊക്കെ എന്താണ്, പക്ഷേ കുറച്ചെങ്കിലും അങ്ങനെ അതൊന്നും മാറ്റിക്കണം. നമ്മുടെ നമ്മുടെ കാര്യം നമുക്ക് ഷെയർ ചെയ്യാം, നമ്മുടെ സ്വന്തം ഫോൺ, നമ്മുടെ ഇത് അങ്ങനെ. അതുകൊണ്ടൊക്കെയാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വൈകിയതും. പിന്നെ എനിക്ക് അത്രയും ഞാൻ പറഞ്ഞിട്ടെ, ഞാൻ അങ്ങനെ നല്ലൊരു ക്യാരക്ടർ എങ്ങനെയാണെന്ന് ഞാനിങ്ങനെയോ പറയാം. സീരിയസ്ലി, ഹൗ ഐ വിൽ സേ മൈ ക്യാരക്ടർ, അത് മറ്റുള്ളവരല്ലേ പറയേണ്ടത്. അങ്ങനെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാം. എൻ്റെ ക്യാരക്ടർ നിങ്ങൾ പറ, ഇനി നിങ്ങളാണ് പറയേണ്ടത് എൻ്റെ ക്യാരക്ടർ എങ്ങനെ ഇരിക്കും. ഹൗ ഈസ് മൈ ക്യാരക്ടർ ഐ ഡോണ്ട് നോ. എങ്ങനെ ഇരിക്കും എൻ്റെ ക്യാരക്ടർ എന്ന് നിങ്ങൾ പറ. പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും ലോങ് വീഡിയോ ഇടാൻ ഇത്രയും വൈകിയത് വേറൊന്നല്ല. ഒന്നാമത്തെ കാര്യം എനിക്കിങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ നേരിട്ട് നിന്ന് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് കുറവ്. രണ്ടാമത്തെ കാര്യം, എനിക്കിങ്ങനെ നല്ലൊരു ഇത് നല്ല ക്ലാരിറ്റിയുള്ള ഫോണൊന്നല്ല, ഇതിനേക്കാൾ മോശം ഫോണായിരുന്നു എൻ്റെ മുന്നേ ഉണ്ടായിരുന്നത്. സോ ഫോണൊന്ന് അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ വരാനുള്ള കോൺഫിഡൻസ് കുറച്ചും കൂടി. പിന്നെ ഇങ്ങനെ ഈ വീഡിയോയിൽ മാത്രമാണ് ഇങ്ങനെ സംസാരിക്കണേ എന്നുള്ളതിൽ അങ്ങനെ ചോദിക്കുന്നവരുടെ അടുത്ത് അല്ല. ഇപ്പം ഞാൻ ഈ സംസാരിക്കണേക്കാൾ 2x ആയിരിക്കും ഞാൻ പുറത്തുള്ള അതെൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, എൻ്റെ ഫാമിലിയുടെ അടുത്ത്, എല്ലാവരുടെ അടുത്ത് ചോദിച്ചാൽ മതി. ഞാൻ ഇതിനേക്കാൾ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ് കേട്ടോ ഞാൻ. അത് എൻ്റെ ഒരു നല്ലൊരു ക്യാരക്ടറാണ്. എക്സ്ട്രോവേർട്ടാണ് ഞാൻ. ഇപ്പോൾ ആരും എൻ്റെ അടുത്ത് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കയറി സംസാരിക്കും. എന്തൊക്കെ പണി മേടിക്കാനുണ്ടെങ്കിലും ഞാൻ അങ്ങോട്ട് കയറി പണി മേടിക്കും. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് മീ. പിന്നെ ഏത് ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം, വെജാണോ നോൺ വെജാണോ എന്ന്? ഫുഡ് എനിക്കറിയില്ല. രണ്ടും ഞാൻ കഴിക്കും. ഞാനൊരു അടിപൊളി നസ്രാണി കുട്ടിയാണ്. അതുകൊണ്ട് അടിപൊളിയായിട്ട് എല്ലാം തിരിച്ചടിക്കാത്ത എല്ലാ സാധനവും ഞാൻ കഴിക്കും. പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടം നോൺ വെജിനോടാണ്. നോൺ വെജ് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. ബട്ട് വെജാണ് ഇപ്പോൾ നോമ്പൊക്കെ ടൈമിൽ വെജ് കഴിക്കാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം നോമ്പിൻ്റെ സമയത്താണ് വെജിന് ഇത്രയും വെറൈറ്റീസ് ഉണ്ടെന്ന് വരെ ഞാൻ അറിയുന്നത്. അതുവരെയൊക്കെ നമ്മൾ നോൺ വെജ് ആ ഒരു ഇതാണ്. പിന്നെ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ വീട് മിസ് ചെയ്യാറുണ്ടോന്ന്? പിന്നില്ലേ, ഏത് ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴാണ്, ഏത് പിള്ളേരുടെ അടുത്ത് ചോദിച്ചാലും അത് പറയും. ഏത് ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേരുടെ അടുത്ത് ചോദിച്ചാലും വീട് മിസ്സായും. അത് ഓഫ്കോഴ്സ് ഉള്ളൊരു കാര്യമാണ്. എനിക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഹോം സിക്നസ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും വന്നപ്പോൾ പറഞ്ഞു 4th ഇയർ ഒക്കെ ആകുമ്പോഴേക്കും മാറും, അല്ലെങ്കിൽ 2nd ഇയർ കഴിയുമ്പോഴേക്കും ഹോം സിക്നസ് ഒക്കെ മാറും, പിന്നെ വീട്ടിലേക്ക് പോകണം എന്നുള്ള ചിന്തയും ഉണ്ടാവില്ല അങ്ങനെ. ബട്ട് ഞാനിപ്പോൾ 4th ഇയർ പഠിക്കണം, പക്ഷേ സ്റ്റിൽ എനിക്ക് വീട്ടിലേക്ക് പോയി നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. സോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം, ഞാൻ ഭയങ്കര ബാക്കായിരുന്നു വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും. ഇത് ഭയങ്കര ഇതായിരുന്നു. ഇപ്പം മുതലാണ് ഞാൻ ജെന്യുവനായിട്ട് ചെയ്യാൻ തുടങ്ങിയത്. സോ ഇഫ് യു ലൈക്കിങ് മൈ വീഡിയോ പ്ലീസ് ലൈക്ക് ഇറ്റ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കറിയാമല്ലോ, സബ്സ്ക്രിപ്ഷനാണ് ഇമ്പോർട്ടൻറ്റ് യൂട്യൂബിൽ. സോ സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. ഇൻ കേസ് എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ ആരെങ്കിലും കാണാം. ആൻഡ് ദാറ്റ്സ് ഓൾ ഗൈസ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ വീഡിയോസ്. ഇനി എന്തെങ്കിലുമൊക്കെ എന്നെക്കുറിച്ച് അറിയാനുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ സ്റ്റിൽ സ്റ്റേ ട്യൂൺഡ്. ബൈ.